ഇതിൽ പറയുന്ന പോർഷൻസ് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. എവ്രിവൺ, നമ്മൾ ഇന്ന് ന്യൂക്ലിയർ ഫിസിക്സിനകത്തെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്നിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം വളരെ അടുത്തു, 17-നാണ് നമ്മുടെ എക്സാം. അപ്പം അത് എക്സാം ഓറിയന്റഡ് ആയിട്ട് സ്പീഡിലൊന്ന് പറഞ്ഞു പോവാന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നത്, വിശദമായിട്ട് പറയുന്നില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഈ ഡയഗ്രാംസ് വൃത്തിയായിട്ട് വരക്കണം. മിനിമം നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും എക്സാമിന് മുമ്പ് നിങ്ങൾ വരച്ച് പഠിച്ചാൽ മാത്രമേ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ കിട്ടുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് പറയുന്ന പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക. എന്താണ് ഒരു ഡിവൈസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ ഡയഗ്രവും ആ വർക്കിംഗ് പ്രിൻസിപ്പിളും നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ആ ഒരു ഐഡിയ മനസ്സിലാക്കുക, എന്താണ് ഈ ഡിവൈസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സൈക്ലോട്രോൺ ആണ് പറയുന്നതെങ്കിൽ അതിനകത്ത് ഒരു കമ്പൈൻഡ് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡിന്റെ ആക്ഷൻ ആണെന്നുള്ളത് അറിയാം. അതുപോലെ ലീനിയർ ആക്സിലേറ്റർ വെച്ചാൽ ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തുകൊണ്ട് പാർട്ടിക്കിളിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്സിലേറ്റ് ചെയ്യുന്നു എന്നറിയാം. അങ്ങനത്തെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ. പാത്ത് എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ റോൾ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് മിക്ക ഡിവൈസസിലും സർക്കുലർ പാത്തിലാക്കുക എന്നുള്ളതാണ് റോള്. അങ്ങനെ ഓരോന്നിനും എന്താണ് ഫംഗ്ഷൻ, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേറെ കൂടുതൽ ഇക്വേഷൻസും ഡെറിവേഷൻസും ഒന്നും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യണ്ട കേട്ടോ. പേര് പോലെ തന്നെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലിമെന്ററി പാർട്ടിക്കിൾസ് നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചു അല്ലെ. അത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ കണ്ടുപിടിച്ചത് നമ്മൾ എന്താ പറയാ, ഈ പറഞ്ഞ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടാണ്, അതുപോലെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്. അപ്പൊ സ്കാറ്ററിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻസിഡന്റ് പാർട്ടിക്കിളിനെ ഒരു ടാർഗറ്റ് മെറ്റീരിയലിൽ കൊണ്ടുപോയിട്ട് ഇരിക്കണം അല്ലെ. എന്നിട്ട് ഈ ഒരു ടാർഗറ്റിൽ നിന്നുണ്ടായ സ്കാറ്ററിംഗിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പാർട്ടിക്കിൾസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യണം അല്ലെ. ഇറ്റ് ഹാവ് ടു അറ്റൈൻ സം സ്പീഡ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ വിശദമായിട്ട് പോകില്ല, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പം ഇറ്റ് ഇസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസിംഗ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയാം. ന്യൂട്രോൺസിനെയും ഉൾപ്പെടുത്താറുണ്ട് അല്ലെ. ഇനി നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ട് ഫീൽഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ ഇൻഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്, റെസണൻസ് മെത്തേഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അതേസമയം നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പാത്തിന്റെ ഷേപ്പിനനുസരിച്ച് ലീനിയർ ആക്സിലറേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. സൈക്ലിക് ആക്സിലറേറ്റർ ഉണ്ട്, അതെന്താണ്, ഒരു സൈക്കിൾ ഇങ്ങനെ ഈ രൂപത്തിൽ സഞ്ചരിക്കുന്നു അല്ലെ. ആ രീതിയിലൊക്കെ നമുക്ക് എന്താ പറയാ ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. ഇൻഡക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF കാരണം എന്താ പറയാ പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ബീറ്റാട്രോൺ എന്ന് പറഞ്ഞാൽ. ക്ലിയർ. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ആക്സിലറേറ്റർ ആണ് ലീനിയർ ആക്സിലറേറ്റർ. ഓക്കെ, ലീനിയർ ആക്സിലറേറ്ററിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ലിനാക് എന്നുള്ളത് കേട്ടോ. ലിനാക് എന്ന് പറയാറുണ്ട് ഇതിന് കേട്ടോ, ലിനാക്. ഓക്കെ, ലീനിയർ ആക്സിലറേറ്റർ എന്നതിന്റെ ഷോർട്ട് ആയിട്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താ പറയാ ഇൻസുലേഷൻ പ്രോബ്ലംസ് കാരണം ഒരു 10 മില്യൺ വോൾട്സിനെക്കാളും കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ട് ചാർജ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സക്സസീവ് സ്റ്റെപ്സിൽ ചാർജ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാ നോക്കുക, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ RF ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കുറെ ചെറിയ ട്യൂബ്സ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഓരോ ഹോളോ സിലിണ്ടറിക്കൽ ട്യൂബ്സ് ആണ് കേട്ടോ, ഹോളോ മെറ്റാലിക് ട്യൂബ്സ് കേട്ടോ. ഈ രീതിയിൽ ഇങ്ങനെ കുറെ ട്യൂബ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ ഹോളോ മെറ്റാലിക് ട്യൂബ്സ് ആണ്. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ചാർജ് പാർട്ടിക്കിൾസിനെ ഇവിടേക്ക് കൊടുക്കും. എന്നിട്ട് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ള പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ സ്ലൈഡ് നോക്കിയിട്ട് പോയിന്റ്സ് ആക്കി ചെയ്തെടുക്കാം. ഈ റേഡിയോ ഫ്രീക്വൻസി ജനറേറ്ററിൽ നിന്ന് 2 വയേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ വരുന്ന വയറുകളിൽ നമ്മൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വയർ ഇതിപ്പോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേല് സ്കിപ്പ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ഒന്ന് വിട്ടിട്ട് അടുത്ത ട്യൂബിലേക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് 1, 3, ഇനി 5, 7 അങ്ങനത്തെ എണ്ണത്തിലേക്ക്, അങ്ങനത്തെ നമ്പർ ഓഫ് ട്യൂബ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെർമിനലും 2, 4, 6, 8 അല്ലെ, 2, 4, 6 തുടങ്ങിയ ഈവൻ നമ്പർ ട്യൂബിലേക്ക് നമ്മുടെ അടുത്ത ടെർമിനലും കൊടുക്കും
അല്ലെ. എന്നിട്ട് ഇവിടെ റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ AC സോഴ്സാണ് അല്ലെ. അപ്പം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പകുതി ട്യൂബുകൾ, ആൾട്ടർനേറ്റ് ട്യൂബുകൾ പോസിറ്റീവ് ചാർജ് കാണിച്ചാൽ അതിന്റെ മറ്റേ ട്യൂബുകൾ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിന്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഈ ട്യൂബ് നെഗറ്റീവ് ചാർജാണ്, ഇവിടെ നെഗറ്റീവ് ആണ് അല്ലെ, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ ആദ്യം ഇനീഷ്യലി ഒരു പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് വന്നു കരുതാം കേട്ടോ. ഈ അയോൺ സോഴ്സ് വെച്ചിട്ട് ഒരു പോസിറ്റീവ് അയോണിനെ ആക്സിലേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമ്മുടെ ഇതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് കരുതാം. ഫസ്റ്റ് വരുന്നത് ഇതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്, അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ട്യൂബ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടുന്ന് വരുന്ന പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ് അല്ലെ. ഈ ട്യൂബ് നെഗറ്റീവും വരുന്ന പാർട്ടിക്കിൾ പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് പാർട്ടിക്കിൾ നേരെ ഈ ട്യൂബിനകത്തേക്ക് കയറും. ഓക്കെ, അകത്തേക്ക് കയറി ഇതിന്റെ ഒരു പകുതി ദൂരം പിന്നിടുമ്പോഴത്തേന്, അതായത് ഈ ട്യൂബിന്റെ ഒരു ഹാഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേന് എന്ത് ചെയ്യും, നമ്മുടെ ഹാഫ് സൈക്കിൾ മാറും കേട്ടോ. അടുത്ത ഹാഫ് സൈക്കിൾ ആവും അല്ലെ. അടുത്ത ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും ചോദിച്ചാൽ ഇത് നെഗറ്റീവ് ആയിരുന്നല്ലോ, അത് മാറി ഇതെന്താവും, പോസിറ്റീവ് ആവും അല്ലെ. അതേസമയം ഇതെന്താവും, നെഗറ്റീവ് ആവും. ഇവിടെ നമ്മുടെ അയൺ ഇപ്പൊ എവിടെ നിൽക്കണേ, ഇവിടെ എത്തിയപ്പോഴത്തേനും എന്തായി, ഈ ട്യൂബ്, ഈ അയോണ് നിൽക്കുന്ന ട്യൂബ് എന്തായി, പോസിറ്റീവ് ആയി. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ വരുന്ന അയോണും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് റിപ്പൽ ചെയ്ത് ഇത് പുറത്തേക്ക് പായും അല്ലെ, ഇത് പുറത്തേക്ക് സ്പീഡിൽ പോകും. ആ പോകുന്ന സമയത്ത് നമ്മുടെ ഇതിപ്പോ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല, ഇത് നെഗറ്റീവ് ആണ് അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ട്യൂബ്, ഒന്നാമത്തെ ട്യൂബ് ഇതിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യും, രണ്ടാമത്തെ ട്യൂബ് ഇതിനെ അകത്തേക്ക് സക്കുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എത്തും അല്ലെ. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യും, ഇതിന്റെ ടെർമിനൽസ് ഇങ്ങനെ മാറി മാറി ഈ പാർട്ടിക്കിൾ ഭയങ്കര സ്പീഡിൽ പുറത്തേക്ക് പോയിട്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ലീനിയർ ആക്സിലറേറ്ററിൽ സംഭവിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ വർക്കിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കിയെടുക്കുക. ഇനി അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിനകത്തൊന്നും പറയുന്നില്ല, എന്നിരുന്നാൽ പോലും ചെറിയ കുറച്ച് ഡെറിവേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്യൂബിനകത്തുള്ള പൊട്ടൻഷ്യൽ V ആണെന്ന് കരുതുക. ഓക്കെ, അതിനകത്ത് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി V1 ആണെന്ന് കരുതുക. അപ്പം V പൊട്ടൻഷ്യലിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ Q വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, Q ടൈംസ് V ആണ് അല്ലെ. നമ്മുടെ കേസിൽ ഇപ്പൊ ചാർജ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണെന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ചാർജ് ഇത്രയാണ് E ആണ്. അപ്പൊ EV എന്ന് പറയാം. ഇതാണ് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജിക്കുള്ള മറ്റൊരു ഫോർമുല എന്താണ്, ഹാഫ് mv². ഒന്നാമത്തെ ട്യൂബിൽ ഹാഫ് mv1² എന്ന് ഇതാ, അതാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്നാമത്തെ ട്യൂബിൽ പാർട്ടിക്കിളിന് കിട്ടുന്ന വെലോസിറ്റി എന്താണ്, V1 = √2VE/m ആണ്. ഓക്കെ, രണ്ടാമത്തെ ട്യൂബിലുള്ള പൊട്ടൻഷ്യല് 2V ആയിരിക്കും. ഓക്കെ, അതിലുള്ള വെലോസിറ്റി V2 ആയിരിക്കും. അപ്പൊ അവിടെയുള്ള കൈനറ്റിക് എനർജി ഹാഫ് mv2² = 2 ടൈംസ് V എന്ന് വരും അല്ലെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, √2V1 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് രണ്ടാമത്തെ ഇതിൽ എത്തുമ്പോഴത്തേനും എന്താവും, √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.4. അപ്പൊ 1.4 ടൈംസ് V1 ആവും. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ട്യൂബിനുള്ളിലേക്കാളും 1.4 ടൈംസ് രണ്ടാമത്തെ ട്യൂബിൽ എത്തുമ്പോൾ വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ √3 ടൈംസ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, പാർട്ടിക്കിൾ ആക്സിലേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഓരോ ട്യൂബും നമ്മളുടെ ലെങ്ത്തിന്റെ റേഷ്യോ എങ്ങനെയെന്ന് ചോദിച്ചാൽ L1:L2:L3 എന്ന് പറയുന്നത് 1:2:√3 എക്സെട്ര ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ട്യൂബ് 1 മീറ്റർ ആണെന്ന് എഴുതുക, രണ്ടാമത്തെ ട്യൂബ് 1.4 മീറ്റർ ഉണ്ടാവും, മൂന്നാമത്തെ ട്യൂബ് 1.73 മീറ്റർ ഉണ്ടാവും അല്ലെ. അതന്നെയാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റും. എന്താ അങ്ങനെ പറയാൻ കാരണം, ഈ ട്യൂബ് നമുക്ക് ഹൈ ആക്സലറേഷൻ പോസിബിൾ ആണെങ്കിൽ കുറെ നമ്പർ ഓഫ് ട്യൂബ്സ് വേണം. അപ്പൊ ഓരോ ട്യൂബും തൊട്ട് മുമ്പത്തെ ട്യൂബിനേക്കാൾ വലിപ്പം കൂടുന്നതുകൊണ്ട് ഈ ഡിവൈസ് ഭയങ്കര ലെങ്തി ആയി പോകും എന്നുള്ളതാണ് ഇതിന്റെ ഡീമെറിറ്റ്. അപ്പൊ അത്തരം ലെങ്തി ആയിട്ടുള്ള ട്യൂബിനകത്ത് വാക്യൂം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി പാർട്ടിക്കിളിന്റെ എനർജി കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു അല്ലെ. nth ട്യൂബിലുള്ള ഫോർമുല എന്താണ്, ഹാഫ് mvn² = n ടൈംസ് VE എന്ന് വരും കേട്ടോ. ഇനി അടുത്ത സൈക്ലോട്രോൺ ആണ്. സൈക്ലോട്രോൺ ഞാൻ പറഞ്ഞു ഒരു റെസണൻസ് ടൈപ്പ് ആക്സിലറേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇതിനകത്ത് ഒരു സർക്കുലർ പാത്തിലാണ് നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സിനകത്തൊക്കെ പഠിച്ചതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് വിശദമായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിന്റ്സ് ഒന്ന് വായിച്ചെടുക്കുക. വർക്കിംഗ് ഞാൻ പറയാം കേട്ടോ, അടുത്ത സ്ലൈഡിൽ ഇതിന്റെ വർക്കിംഗ് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് നമുക്ക് അറിയാം എന്താണ്, രണ്ട് ഹോളോ
ഹെമിസ്ഫെറിക്കൽ, പിന്നെ എന്താ പറയാ ഹെമിസ്ഫിയേഴ്സ്, മെറ്റാലിക് ഹെമിസ്ഫിയേഴ്സ് ഉണ്ടാവും ഈ ഷേപ്പിൽ. അതിന് ഡീസ് എന്ന് പറയാം അല്ലെ, DEE അല്ലെ, D1 D2 എന്ന് പറയാം അല്ലെ. അതിന്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പല ഡയഗ്രാംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇതിലും തന്നെ ഈ ഡിയിലേക്ക് എന്തിട്ടുണ്ട്, ഒരു AC സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ചിത്രത്തിൽ കാണിച്ച പോലെ ഇവിടെ ഒരു AC സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഇൻസ്റ്റന്റിൽ ഇത് പോസിറ്റീവ് കാണിച്ചാൽ എന്തായിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും ആണല്ലോ. ഇനി വർക്കിംഗ് പറയാം കേട്ടോ. അപ്പൊ ഇനീഷ്യലി നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഇവിടെയാണ് കേട്ടോ. ഈ ചാർജ് പാർട്ടിക്കിൾ നെഗറ്റീവാന്ന് കരുതുക. ഓക്കെ, ഈ ചാർജ് പാർട്ടിക്കിൾ എന്താണ്, നെഗറ്റീവാന്ന് കരുതുക. ഇനി നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന AC സോഴ്സ് പ്രകാരം ഇനീഷ്യലി ഈ D2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് കരുതുക. ഓക്കെ, D2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഇതപ്പം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇവിടെ കിടക്കുന്ന പാർട്ടിക്കിൾ ഏതാ, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാണ്. അപ്പം ഈ D2 പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടേക്ക് ഒരു അട്രാക്ഷൻ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ പാർട്ടിക്കിൾ അതിന്റെ ഉള്ളിലേക്ക് കയറും അല്ലെ. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഈ D വെച്ചിട്ടുള്ളത് മാഗ്നറ്റിക് പോൾസിന്റെ ഇടയിലാണ് അല്ലെ. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് പോൾ വെച്ചിട്ടുണ്ട്, ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാഗ്നറ്റിക് പോൾ പീസസിന്റെ ഇടയിലാണ് നമ്മുടെ D ഷേപ്പ്ഡ് ഹെമിസ്ഫിയേഴ്സ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോളോ എ സർക്കുലർ പാത്ത് എന്ന് നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിനകത്തേക്ക് നമ്മുടെ നെഗറ്റീവ് ആണ് എൻ്റർ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, അതിനൊരു സർക്കുലർ പാത്ത് കിട്ടും അല്ലെ. സർക്കുലർ പാത്ത് കിട്ടി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ പിന്നെ ഇയാളുടെ സൈന് മാറും അല്ലെ. ഇത് പോസിറ്റീവ് ആയിരുന്നുണ്ടാവും, ഇത് നെഗറ്റീവ് ആവും. അതേസമയം ഇയാൾ പോസിറ്റീവ് ആവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇയാള് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ നെഗറ്റീവ് ആണല്ലോ, ഇവിടുന്ന് റിപ്പൾഷൻ നടന്ന് ഇത് സ്പീഡിൽ കുറച്ചുകൂടെ സ്പീഡ്, ആ റിപ്പൾഷനും ഇയാളുടെ ഈ പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഡോമിന്റെ അട്രാക്ഷനും കാരണം ഇതിലേക്ക് പോകും അല്ലെ. അത് ആ ഒരു റിപ്പൾഷൻ അട്രാക്ഷൻ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിലാണ് പോവുക. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഡയമീറ്റർ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഇനി വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഇതിനുള്ളിലേക്ക് പോകും അല്ലെ. വീണ്ടും എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു, അത് സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യുന്നു അല്ലെ. സർക്കുലർ പാത്തിലേക്ക് വന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും എന്താവും, ടെർമിനൽസ് വീണ്ടും മാറും, ഇയാൾ നെഗറ്റീവ് ആവും, അത് പോസിറ്റീവ് ആവും, അതുകൊണ്ട് വീണ്ടും കൂടുന്നു. അങ്ങനെ അങ്ങനെ കൂടി കൂടി വലിയ എന്താ പറയാ റേഡിയസിലേക്ക് പോയി ലാസ്റ്റ് ഇയാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് പോയി ഹിറ്റ് ചെയ്യുന്നു അല്ലെ. ഇതാണ് സൈക്ലോട്രോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇത് വിശദമായിട്ട് ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ പകുതി മാർക്കായി. ഇനി അതിന്റെ ഡെറിവേഷൻസ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Q ചാർജുള്ള ഒരു പാർട്ടിക്കിൾ V പൊട്ടൻഷ്യൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, QV ആണ് അല്ലെ. അതുകൊണ്ട് നമുക്കിവിടെ എന്താ പറയാ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെയാണ് ഇക്വേഷൻസ് വരിക, അതായത് ഇവിടെ ഈ ഒരു സർക്കുലർ മോഷൻ ആണ് അല്ലെ, സർക്കുലർ മോഷൻ ആണ്. സർക്കുലർ മോഷനിൽ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, അത് എത്രയാണ്, mv²r ആണ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഫോർമുല എന്താണ്, Q × V × B ആണ് അല്ലെ. QVB sin θ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. ഇവിടെ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്താം, QVB sin 90 എന്ന് എഴുതാം. sin 90 1 ആണ്, കാരണം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി അല്ലെ. അപ്പം അത് 1 ആയി. അപ്പൊ QVB ആയി. ഇനി നമ്മൾ ഇലക്ട്രോൺ ആണെങ്കിൽ EVB എന്നാവും. അതുകൊണ്ട് നമുക്ക് BEEV എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രിപിറ്റൽ ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഇത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് അല്ലെ, F സെൻട്രിപിറ്റൽ, ഇത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അല്ലെ, F മാഗ്നറ്റിക് ഫോഴ്സ്. അത് രണ്ടും ഇക്വേറ്റ് ചെയ്താണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് ഇനി വെലോസിറ്റിയോ റേഡിയസ് ഒക്കെ കാണാൻ പറ്റും അല്ലെ. ഈ വിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി റേഡിയസിന് ഫോർമുല ആയി, mv/ve ആയി. ആംഗുലാർ വെലോസിറ്റി പറഞ്ഞാൽ v/r ആണ്. കാരണം എന്താണ്, നമുക്കറിയാം v = r⍵ ആണ് അല്ലെ. അത് വെച്ചിട്ട് അതിന്റെ ആംഗുലാർ വെലോസിറ്റി ve/m എന്ന് കിട്ടും. അതുപോലെ ഈ അയോണിന് ഈ ഒരു സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലെ, അത് T ആന്ന് എഴുതുക അല്ലെ. എത്രയായിരിക്കും, πm/be ആയിരിക്കും കേട്ടോ. π/ω എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ എന്താ പറയാ ടൈം ടേക്കൺ ടു ട്രാവൽ സെമി സർക്കുലർ പാത്ത് കാണാൻ പറ്റും കേട്ടോ. അതിനി എങ്ങനെയാന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിന്റെ റേഡിയസ് r ആണെന്ന് വെച്ചാൽ 2πr ബൈ വെലോസിറ്റി v ആണ് അല്ലെ. ആറിനുള്ള ഫോർമുല നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു അല്ലെ, എന്തായിരുന്നു, mv²/r = BEV അല്ലെ. v കട്ട് ചെയ്ത് പോയാൽ r = mv/be എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിനകത്ത് 2π/v × r ന് പകരം
എം വി ബൈ ബി ഇ എന്ന് കൊടുത്താൽ എന്ത് വരും? വി വി കട്ട് ചെയ്ത് പോകും, 2πm/b എന്ന് കിട്ടും അല്ലെ. ടി ഈക്വൽ ടു 2πm/e അല്ലെ, 2πm അല്ലെ, ടി ഈക്വൽ ടു 2πm/be എന്ന് കിട്ടും. ഇനി സെമി സർക്കുലർ പാത്ത് ആകുമ്പോൾ 2πr അല്ല πr വരും അല്ലെ. അപ്പൊ സെമി സർക്കുലർ പാത്ത് ആകുമ്പോൾ ഇതിന്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ടി ഈക്വൽ ടു നമുക്ക് πm/be എന്ന് കിട്ടും അല്ലെ. ഇനി ഈ ഇക്വേഷനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ദൂരം കവർ ചെയ്യാൻ എടുത്ത സമയമാണ് അല്ലെ. ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? ടൈം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് പൈ, അതൊരു കോൺസ്റ്റന്റാ. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, അത് കോൺസ്റ്റന്റാ. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അത് കോൺസ്റ്റന്റാ. ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ലെ, അതൊക്കെ കോൺസ്റ്റന്റാ. എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടേക്കൺ ഈസ് എ കോൺസ്റ്റന്റ്. ഉദാഹരണത്തിന് ഈ ടൈം 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ചാർജ് പാർട്ടിക്കിള് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ 1 സെക്കൻഡ് എടുക്കും അല്ലെ. അത് കഴിഞ്ഞ് സ്പീഡിൽ വരുമ്പോ എന്ത് ചെയ്യും? ഇത്ര ഇതാവും. അപ്പൊ ഈ സെമി സർക്കുലർ പാത്ത് ട്രാവൽ ചെയ്യാനും അത് 1 സെക്കൻഡ് എടുക്കുന്നു. ഇനി അടുത്ത സൈക്കിളിൽ ഇത് എന്ത് ചെയ്യും? വീണ്ടും സർക്കിൾ വലുതാവും. അപ്പൊ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാനും അത് സെയിം 1 സെക്കൻഡ് തന്നെ എടുക്കണേ അല്ലെ. 1 സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം കവർ ചെയ്യണമെങ്കിൽ വീണ്ടും സ്പീഡ് കൂട്ടണം അല്ലെ. പിന്നെ എന്തായി? വീണ്ടും സ്പീഡ് കൂടി, പിന്നെ വീണ്ടും സ്പീഡ് കൂടി. അങ്ങനെ ഫൈനൽ സർക്കിൾ എത്തുമ്പോഴത്തേന് പരമാവധി സ്പീഡ് ആയിട്ടുണ്ടാവും. കാരണം ഇത്ര പാത്ത് കവർ ചെയ്യാനും അല്ലെ, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പാത്ത് കവർ ചെയ്യാനും ഇതേ പാത്ത് കവർ ചെയ്യാനും സെയിം ടൈമാണ്. അതുകൊണ്ട് റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ സ്പീഡ് നന്നായിട്ട് കൂടും. ഇതാണ് ഇതിന്റെ ആക്സിലറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചെടുക്കുക. ഇനി അതിനകത്ത് അയണിന്റെ എനർജി കാണാനുള്ള ഒരു ഫോർമുല, അതായത് മാക്സിമം വെലോസിറ്റി വി മാക്സ് ആണെന്ന് എഴുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇക്വേറ്റ് ചെയ്ത mv²/r=bv എന്നുള്ള ഫോർമുല മാക്സിമം വെലോസിറ്റി കാണിച്ചിട്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വി മാക്സിന്റെ എക്സ്പ്രഷൻ കിട്ടി. കൈനറ്റിക് എനർജി എന്നാണ് ½mv². അപ്പം വി മാക്സിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. ഇതാണ് എനർജി ഓഫ് ദി അയൺ ഇൻ എ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഇനി സൈക്ലോട്രോണിന്റെ ഒരു ഡീമെറിറ്റ് ഉണ്ട്. ഓക്കെ, സൈക്ലോട്രോണിനകത്ത് നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഭയങ്കര സ്പീഡിലാണ് പോവുക അല്ലെ. ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നോ മോർ എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് റിലേറ്റീവ് സ്പീഡിൽ ഒരു പാർട്ടിക്കിൾ സഞ്ചരിച്ചാൽ അതിന്റെ വെലോസിറ്റി മാസ് കോൺസ്റ്റന്റ് ആവില്ല അല്ലെ. എത്രയാ മാസ് വരിക? m0 ഗാമ എന്ന് വരും അല്ലെ. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ ഫാക്ടർ. അതിന്റെ വാല്യൂ എത്രേ? 1/√1 - v²/c² ആണ്. അതുകൊണ്ട് നമ്മുടെ മാസ് എന്താവും? m = m0 × 1/√1 - v²/c² എന്നാവും അല്ലെ. അപ്പം വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ മാസ് മാറുന്നു എന്ന് പറയാം അല്ലെ. അപ്പൊ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പാർട്ടിക്കിളിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ വെലോസിറ്റിക്ക് ഒരു ലിമിറ്റ് വരും അല്ലെ. ഈ ലിമിറ്റ് നമ്മൾ പിന്നെ എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വേരി ചെയ്യണം. അത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ സിങ്ക്രോ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അതായത് സൈക്ലോട്രോണിന് ഒരു സിങ്ക്രോണസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുക. അതുകൊണ്ടാണ് സിങ്ക്രോ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ സെമി സർക്കുലർ പാത്ത് ട്രാവൽ ചെയ്യാനുള്ള ഇത് പറഞ്ഞില്ലേ, ടൈം പീരിയഡ് ഫോർ സെമി സർക്കുലർ പാത്ത് T/2 ടൈം പീരിയഡ് ആണ് ഇത്. നേരത്തെ ടൈമാ പറഞ്ഞത്. ടൈം പീരിയഡ് T/2 കാണിച്ചാൽ നമുക്ക് അതിനെ πm/be എന്ന് എഴുതാം അല്ലെ. അതുകൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി 1 ടൈം പീരിയഡ് അല്ലേ, അപ്പൊ be/2πm എന്ന് എഴുതാം കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഈ ഫോർമുലയിനകത്ത് നമ്മൾ മാസിന് ഈ പറഞ്ഞ m = m0/√1 - v²/c² എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇങ്ങനെ കിട്ടും അല്ലെ. ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഒരു കോൺസ്റ്റന്റ് ആക്കി നിർത്തണം അല്ലെ. ഈ ഫ്രീക്വൻസി ഇപ്പം മാറുന്നുണ്ട് അല്ലെ. ഫ്രീക്വൻസി ഓഫ് ദ ചാർജഡ് പാർട്ടിക്കിൾ ഡിക്രീസസ് ആസ് ദ വെലോസിറ്റി ഇൻക്രീസസ്. വെലോസിറ്റി ഇവിടെ കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ചാർജഡ് പാർട്ടിക്കിൾസിനെ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലെ. അതിനൊരു ലിമിറ്റ് വെക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിക്കണം എന്താ? ഈ വെലോസിറ്റി കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രീക്വൻസി കുറയുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാല്, ഈ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡും കൂട്ടിക്കൊടുക്കും അല്ലെ. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എന്താവും? ഒരു കോൺസ്റ്റന്റ് ആയി വരുന്ന രീതിയിൽ വെലോസിറ്റി ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡും മാറ്റുക അല്ലെ. അതിനാണ് ശരിക്കും സിങ്ക്രോ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് അല്ലെ.
അപ്പൊ ഈ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ദ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ഇൻക്രീസ് ആസ് ദ വെലോസിറ്റി ഓഫ് ദ അയൺ ഇൻക്രീസസ് അല്ലെ. ഇതിനാണ് നമ്മൾ സിങ്ക്രോ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ്? ബി ഇൻറ്റു റൂട്ട് ഓഫ് 1 - c² എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഇനി ഇതിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. അത് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ.